സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു നിൻ അരികെ നടന്നിടാൻ കാലമായി. മഴയുടെ തന്നിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമായി. അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ, മിഴിനാളം മിന്നുന്നുവോ? അപ്പോൾ നിങ്ങൾക്ക് പോകണമെന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണോ? അല്ല, ഈ ഐശ്വര്യവർദ്ധൻ നിങ്ങളെ വന്ന് കാണുന്നതും ഇപ്പോൾ ആ ഹർഷൻ എന്ന് പറയുന്ന ആളെ കാണുന്നതും അയാൾ ജോലി തരാമെന്ന് പറയുന്നത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്? എൻ്റെ പൊന്നു മോനെ ബ്രൂണോ, നേരെ ചൊവ്വേ പറ. ഇവന്മാർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ആ വാ തുറന്നെത്തി പറയൂ, എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ? നീറോ, ആരോ വാ തുറക്കരുത്, ഞാൻ പറഞ്ഞോളാം. അപ്പാ ഞങ്ങൾക്ക് അഡ്വാൻസ് തന്നത് ഐശ്വര്യവർദ്ധൻ തന്നെയാണ്. അവര് ഞങ്ങൾക്ക് ജോലി തന്നത് തന്നെയാണ് കോളേജ് ക്യാമ്പസിൽ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ചെറുക്കനെ കോളേജിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് വന്നതാണ്. നമ്മൾ അവിടുത്തെ പഴയൊരു ഫാക്ടറി ഇല്ലേ, അതിനകത്തുകൊണ്ട് കെട്ടിയിട്ട് അവന്മാരെ അടിക്കാൻ വേണ്ടി പോകായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പോയി രക്ഷിച്ചുകൊണ്ട് വെളിയിലിറങ്ങിയപ്പോൾ ആ ചെറുക്കൻ്റെ ചേട്ടനും ആ കമ്പനിയുടെ മുതലാളിയും അവർ 2 പേരും കൂടിയൊക്കെ വന്നു. അന്നേരമാണ് ഞങ്ങളോട് എന്തുവേണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള സാലറിയിലുള്ള ഒരു ജോലിയേ ഉള്ളൂ, ഇപ്പോൾ ഒരു ജോലി കിട്ടുമെന്ന് ചോദിച്ചു. ആ ജോലി തരാം, നാളെ അങ്ങ് ചെല്ലാനും പറഞ്ഞു. അതുകൊണ്ട് നാളെ എന്തായാലും പോയി നോക്കുന്നത് നല്ലതല്ലേ? ഇപ്പം നല്ല ജോലിയാണെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ സാഗർ തന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ടാ, സാഗർ സാറ് പറഞ്ഞതുകൊണ്ടാ ഞാൻ സമ്മതിക്കുന്നത്. അല്ല, നീ എന്നോട് എന്താ പറഞ്ഞേ? വാടകയ്ക്ക് ഈ മാസത്തതും കഴിഞ്ഞ മാസത്തതും മാത്രമേ കൊടുത്തോളൂന്നല്ലേ? കഴിഞ്ഞ 6 മാസം മുടങ്ങി കിടന്ന വാടക എല്ലാം കൊടുത്തെന്നാണല്ലോ എന്നോട് അവൻ പറഞ്ഞത്. ഞാൻ പോയി ചോദിച്ചപ്പോൾ വെറും 5000 രൂപ അഡ്വാൻസ് കിട്ടി. എങ്ങനെയാടാ 10-30,000 രൂപ വാടക നീ ഒത്തടച്ചത്? നിങ്ങൾ എന്താ ഈ പറയുന്ന കാണിക്കുന്നതെന്നൊന്നും ഞാൻ അറിയത്തില്ല എന്നുള്ള വിശ്വാസമാണോ ഒരിക്കലും? അല്ലെങ്കിൽ എല്ലാ കാലവും എൻ്റെ അടുത്ത് കള്ളം പറയാം എന്നുള്ള വിശ്വാസമാണോ? ഏതായിരുന്നാലും നിങ്ങൾക്കറിയാം അപ്പൻ എന്തായാലും കണ്ടുപിടിക്കുമെന്ന്. പിന്നെ എന്തിനാ മക്കളെ എൻ്റെ അടുത്ത് കള്ളം പറയുന്നത്? ഈ പൈസയൊക്കെ എവിടെ നിന്നാണ് കിട്ടിയേ? എന്ത് കൊളതാര്യമായി ചെയ്യാൻ പോകുന്നത്? ഈ അപ്പൻ്റെ ഒരു കാര്യം, എൻ്റെ അപ്പ ഞങ്ങളെന്ത് കൊള്ളരുതായ്മ ചെയ്യാനാ? അപ്പ തന്നെ പറ. എന്ത് ചെയ്യാനാ അപ്പ നേരത്തെ 5000 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ട് ഈ വാടക എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അപ്പന് ഹാപ്പി ആവുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. പിന്നെ
മക്കളായിട്ട് കടം വീട്ടിൽ നിന്നൊക്കെ അപ്പന്മാരറിയുമ്പോൾ നല്ല സന്തോഷത്തിലാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ണുകൊണ്ട് കാണണമെന്ന് തോന്നി അല്ലേ ബ്രൂണോ? ആ ആ ആ അതേപ്പാ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. ശരി, എല്ലാം ഞാൻ സമ്മതിച്ചു. നീ എങ്ങനെ കട്ടിലും മെത്തയും വാങ്ങിയത്? പുതിയ കട്ടിലും മെത്തയും വീട്ടിൽ വരുമെന്ന് നീ രാവിലെ പറഞ്ഞിട്ട് പോയി. ഉച്ചയായപ്പോൾ സാധനം വീട്ടിൽ വന്നു. അതെങ്ങനെയാ വന്നത്? 30,000 രൂപ. ശരി പോട്ടെ, 30,000 രൂപ വാടകയ്ക്ക് കൊടുത്തു. ഈ കട്ടിലും മെത്തയും തന്നെ ആവും 10-25,000 രൂപ. അപ്പോൾ ഇതിന് മാത്രം അഡ്വാൻസ് നിങ്ങൾക്ക് ആ ഐശ്വര്യവർദ്ധൻ തന്നോ? ദേ, എന്നെ നിങ്ങൾ പൊട്ടനായിട്ടങ്ങ് കാണരുത് തീരെ. ഐഷ്, ഈ അപ്പൻ്റെ ഒരു കാര്യം, എൻ്റെ പൊന്നപ്പ, അപ്പൻ്റെ പ്രശ്നം എന്താ? ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് ഇപ്പം അവർ മാറ്റി പറഞ്ഞില്ലേ 5,000 രൂപ എല്ലാം കിട്ടിയെന്ന്. അപ്പോൾ ഒരാൾക്ക് 50 ലക്ഷം വെച്ച് കിട്ടി. ഞങ്ങൾ 50 ലക്ഷം വെച്ച് കിട്ടിയാൽ അവൻ്റെ പൈസയ്ക്ക് കട്ടിലും മെത്തയും വാങ്ങിച്ചു. എന്തിനാ? അവനെപ്പോഴും ഉറങ്ങാൻ വേണ്ടി. ഞാനും ബ്രൂണോയും കൂടെ വാടക അടച്ചു. പിന്നെ ബാക്കി പൈസയിൽ കുറച്ച് പൈസ അപ്പൻ്റെ കയ്യിലും കിട്ടിത്തരും. എന്തിനാണെന്നറിയോ? എവിടെയൊക്കെ പൈസ കൊടുക്കണ്ടോ അവിടെയൊക്കെ കൊടുത്ത് കടങ്ങളൊക്കെ തീർക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഈ വീടും വാങ്ങും. അപ്പം ഹാപ്പി ആയില്ലേ? അല്ല, ഞാൻ ഹാപ്പി ആയില്ല. എന്തൊക്കെയാടാ ഈ പറയുന്നത്? 50 ലക്ഷോ ഒരാൾക്ക് വെച്ചോ? സത്യം പറഞ്ഞ ബ്രൂണോ, ഇതേ ഞാൻ കാലേ വാരി തൂക്കി അടിക്കും 3-ന്. എന്നെ അറിയാലോ 3-ന്. ഇടാ മണ്ട അടച്ച് മിണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചവിട്ടി ആ വാക്കകത്ത് ഞാൻ ബലൂണും കുത്തിക്കറ്റി. എൻ്റെ അപ്പ ഇവന് മാറിപ്പോയതാ. അപ്പം 1000-ൽ എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും ഈ മണ്ടനറിയത്തില്ല. അപ്പനല്ലാതെ ആരെങ്കിലും ഇവനെ വിശ്വസിക്കുമോ? അപ്പം 50,000 അല്ല, 50 ലക്ഷം അല്ലപ്പാ, 50,000. 50,000. അപ്പോൾ ഇത് ഞങ്ങളവിടെ ജോലിക്ക് ചെല്ലാൻ വേണ്ടി അവർ മുൻകൂട്ടി തന്നതാണ്, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങളാണല്ലോ ചെറുക്കനെ രക്ഷിച്ചത്. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഇന്നാണല്ലോ നടന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ ആണല്ലോ ഐശ്വര്യവർദ്ധൻ ഞങ്ങളെ കാണാൻ വന്നത്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പന് മനസ്സിലായില്ലേ, കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ അവിടെ ചെന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേക്കുക. ഞങ്ങളോട് ഈ നന്ദി സമർപ്പണം പോലെ ഞങ്ങൾക്ക് നല്ല മാന്യമായ ജോലി തരാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി ഞങ്ങൾ ചെല്ലാൻ വേണ്ടി, ഞങ്ങൾ ഇനി ചെന്നില്ലെങ്കിലോ ജോലി നിരസിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ മുമ്പേ അഡ്വാൻസ് തന്നതപ്പാ, സത്യം. അങ്ങനെ തന്നുകൊണ്ട് ഞങ്ങളെല്ലാം തീർത്തു. എല്ലാം തീർത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു ഒതുക്കി. ഇനി കുറച്ച് പൈസ ഉണ്ട്, അതപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ കടം കൊടുക്കാതെ, എവിടെയൊക്കെയാണോ പറ്റി തീർക്കാതെ അവിടെയൊക്കെ പോയി തീർത്തോണം കേട്ടല്ലോ. ഇത്രേ ഉള്ളൂ. പിന്നെ അപ്പാ ഇവൻ പറയണമെന്ന് കേൾക്കല്ലേ അപ്പാ, മണ്ടത്തിന് മാത്രമേ പറയത്തുള്ളൂ. അപ്പം എന്തിനാണ് വെറുതെ അത് കേട്ട് ചെവി ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അപ്പം തന്നെ പറ. എന്ത് തേങ്ങയായിരുന്നാലും നല്ല കാര്യങ്ങളല്ല, കൊള്ളാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിയണം. ബാക്കി അപ്പോൾ പിന്നെ നാളെ പോവാനുള്ളതല്ലേ, പോയി കിടന്നു. ഇനി അതാലോചിച്ച് തലേന്നും പുണ്ണാക്കണ്ട. ഞാനായിട്ടിനി എതിരിക്കുന്നില്ല. ഇത്രയും വലിയ കമ്പനിയിലെ ആൾക്കാരൊക്കെ വന്ന് ജോലിക്ക് വിളിച്ചതല്ലേ, അന്തസ്സുള്ള ജോലിയായിരിക്കും. ചെല്ലു, ജോലിക്കൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കണ്ട മക്കളും. നാട്ടുകാരെ പറച്ചിൽ നിൽക്കും, വായു അടയുമല്ലോ നീയൊക്കെ ജോലിക്ക് പോയി തുടങ്ങിയ. പോയി കിടന്നു എന്നാ. അപ്പാ പിന്നെ എങ്ങാനും ഞങ്ങൾ നാളെ പോയിട്ട് ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾക്ക് തരുന്നതെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്ന് മെനക്കെടാൻ നിൽക്കത്തില്ല. അപ്പനൊരു കാര്യം ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകും ഒരു ബാഗിൽ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീട്ടിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ കൈ കൊടുത്താൽ മതി, അയാൾ അകത്തുകൊണ്ട് തന്നോളും. പിന്നെ അപ്പയ്ക്ക് ഞങ്ങളെ കാണണമെങ്കിൽ അവിടെ വന്നാൽ മതി, അവരകത്തായിട്ട് കിട്ടോളും. അതൊന്നും ഓർത്തപ്പോൾ പേടിക്കണ്ട. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവരോട് സംസാരിക്കുന്ന ആളാണ്. ഏതായാലും അപ്പ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. എനിക്ക് ടെൻഷനേ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടോ ഈ നിൽക്കുന്ന നിറൂനെ കുറിച്ച് ആലോചിച്ചിട്ടോ അല്ല. നിന്റെ ഏറ്റവും ഇളയത ഈ തലതെറിച്ച സത്യത ഉണ്ടല്ലോ, അത് എപ്പോഴാ എന്താ എങ്ങനെയാ തോന്നുന്നതൊക്കെ കാണിച്ചു കൂട്ടാന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതാ ഇപ്പോഴത്തെ എൻ്റെ ടെൻഷനും പേടിയും. ഇപ്പം അങ്ങനെയായാ? എൻ്റെ പൊന്നപ്പാ, ഞാൻ കള്ളമൊന്നും പറയത്തില്ല എന്ന് അപ്പന് നന്നായിട്ട് അറിയാമല്ലോ.
എനിക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എന്തുണ്ടെങ്കിലും അത് സത്യം മാത്രമേ ഉള്ളൂ. അപ്പം എന്താ എന്നെ മനസ്സിലാക്കാത്ത? ഞാനില്ല നുണയനെന്ന പോലെയാണല്ലോ അപ്പോൾ സംസാരിച്ചത്. ഇവർ രണ്ടുപേരും വിവേചനപ്പെടുത്തിയിട്ട് എന്നെ മാത്രം മാറ്റി നിർത്തി അവോയ്ഡിങ്. മനസ്സിലായി, ഒറ്റപ്പെടുത്തൽ. അല്ലേലും എന്നെ തമിഴ്നാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയല്ലേ, ഓടക്കുഴിന്ന്. അതെപ്പോഴും ഒപ്പം പറയുമല്ലോ. അതിനുള്ള വിലയൊക്കെ എനിക്ക് തരുള്ളൂ, അറിയാം. ആടാ അതേടാ അതെ, നീ ആ ഓട സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട് നല്ലതുപോലെ. അത് അനുഭവിക്കുന്നത് ഞങ്ങളാണല്ലോ. അവൻ്റെ ഒരു മോങ്ങലും കണ്ണീരും നിന്റെ അഭിനയമൊക്കെ യവന്മാരുടെ രണ്ടിൻ്റെ അടുത്ത് നടക്കും, എൻ്റെ അടുത്ത് നടക്കത്തില്ല. ഇനി ഇത്ര ഉള്ളപ്പോൾ ഞാൻ കാണാൻ തുടങ്ങിയതാ. കയറി പോയി കിടന്നു ഉറങ്ങടാ. അപ്പം പോയി കിടന്നു. ഗുഡ് നൈറ്റ് അപ്പാ. നീ ഇങ്ങോട്ട് നിന്നേ. അതെ, നിന്റെ ഉദ്ദേശം എന്തുവാ? ഞാൻ അറിഞ്ഞോളാത്തോട് ചോദിക്കാം, നിന്റെ ഉദ്ദേശം എന്തുവാ? എന്റെ പൊന്നറു, നീ ഇങ്ങനെയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കയ്യിൽ നിന്ന് പോവും. അതെ, ഞാനെന്ത് സംസാരിച്ചെന്ന് ബ്രൂണോ പറയുന്നേ? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? എനിക്ക് അപ്പനോട് കള്ളം പറയാൻ പറ്റത്തില്ല എന്ന് ബ്രൂണോയ്ക്ക് നെറൂന് അറിയാന്നുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞു. നിങ്ങൾ അതിനെ മാറ്റി പറഞ്ഞ് കള്ളം പറയണതിനൊക്കെ എൻ്റെ കുറ്റമാണോ? ഞാൻ ഏതായാലും അപ്പനോട് കള്ളം പറയത്തില്ല. അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. അതുകൊണ്ട് എന്നെ കൊണ്ട് ഒക്കത്തുമില്ല. അതിപ്പം എൻ്റെ കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വലിയൊരു മാന്യം വന്നേക്കുന്നു. അതുകൊണ്ട് നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുമില്ല. ആ ബേക്കറി പോയിരുന്നു അപ്പൻ്റെ കൂടെ ഇരിക്കുവാന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ പെട്ടിക്കകത്തുനിന്ന് പൈസ എടുക്കുന്ന തൊട്ട് അവിടെ പൊരിച്ചു വെച്ചിരിക്കുന്ന പഴംപൊരി എടുക്കുന്നവരെ നീ കള്ളം പറഞ്ഞിട്ടുള്ളവരാ. എന്നിട്ട് അവൻ്റെ ഒരു അമ്മൂമ്മയുടെ പിതാസ്നേഹം. അറു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇവിടെ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ ഓക്കെ, അത് ഞങ്ങൾ സഹിക്കും. നാളെ അവിടെ ചെന്നിട്ട് നിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ പറയണ്ട. അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ അവർ പിടിച്ച് നമ്മളെ പോലീസിനെ ഏൽപ്പിക്കും. അതിനൊരു മാറ്റമില്ല. എടാ, നീ വിചാരിക്കും പോലെയൊന്നും അല്ല. ഇന്ന് കണ്ടത് വെറും ഈ പറഞ്ഞ അബിയുടെ 2 ഏട്ടന്മാരെയാ. ഈ ഐശ്വര്യവർദ്ധൻ മേഡം പറഞ്ഞ ആ ചെറുക്കനുണ്ടല്ലോ രുദ്ര, അവൻ. പിന്നെ എന്തോ ഒരു പേര് പറഞ്ഞല്ലോ, നിന്റെ പുതിയ കാമുകൻ, വേദ. ഇവരൊക്കെ അവിടെ ഉള്ളത്. ഒരു ചെറു ഇണ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റിയ കണ്ടുപിടിക്കും, എല്ലാം പോവും. നമ്മൾ വാങ്ങിച്ച പൈസകൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായത് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു പോക്ക് പോലുമില്ല. അതുകൊണ്ടാ ഇതെങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒന്നി അവിടെ നിന്ന് ഈ പറഞ്ഞ രുദ്രൻ്റെ സൈൻ വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും അവനുമായിട്ട് റിലേഷനിലാവുക. ഇതേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ആദ്യത്തേത് ചെയ്യാൻ നോക്കാം, രണ്ടാമത്തത് ഒന്നിനും പറ്റിയില്ലെങ്കിൽ ചെയ്യാം. അത്ര ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തോർത്ത് 2 പേരോടും കൂടിയ കുളമാക്കരുത്. കർത്താവാണെ തൂങ്ങിച്ചാവേണ്ടി വരും നമ്മൾ. പിന്നെ അറു, നീ കേട്ടാ? തൂങ്ങിച്ചാവേ എന്നെയൊന്നും കിട്ടത്തില്ല. നീ വേണമെങ്കിൽ ഞാൻ തിന്നുന്ന ആഹാരത്തിൽ വല്ല വിഷവും കലക്കി തന്നോ, ഞാൻ ഉറങ്ങുമ്പം ചത്തോളാം. എനിക്കതാ ഇഷ്ടം. ചാവുമ്പോഴും ഉറങ്ങിക്കൊണ്ട് ചാവണമെങ്കിൽ ഉറക്കത്തെ അത്രയും സ്നേഹിക്കുന്ന ആളായിരിക്കും. നിനക്കറിയാമല്ലോ, എനിക്ക് പ്രണയം ഉറക്കത്തിനോടാണ്. ഐ ലവ് മൈ സ്ലീപ്പ്. അങ്ങനെയല്ലേ? അതുകൊണ്ട് എന്നെ കിട്ടത്തില്ല തൂങ്ങിച്ചാവാനൊന്നും. ഭയങ്കര വെപ്രാളമായിരിക്കും. നാക്കൊക്കെ വെളിയിൽ വന്ന് പല്ലൊക്കെ പുറത്തോട്ട് വന്ന് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. സോ ഹെർക്കുലസ് ആ സാധനം. അതെ, അതുകൊണ്ട് എന്നെ പരിപാടി കിട്ടത്തില്ല. നീ പറഞ്ഞ പോലെ ഞങ്ങൾ കേട്ടോളാം. നാളെ രാവിലത്തെ കാര്യമല്ലേ? നാളെ രാവിലെ നേരം വെളുത്തിട്ട് ഒന്നുകൂടെ ഞങ്ങൾ ഉപദേശിച്ചാൽ മതി. ഇപ്പം ഉറക്കം വന്നിരിക്കുന്നുണ്ട്, എൻ്റെ തലയിലൊന്നും കയറത്തില്ല. സോ ഗുഡ് നൈറ്റ് ഗൈസ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. പിന്നെ എൻ്റെ കട്ടിലും മെത്തലും കയറുന്നൊക്കെ കൊള്ളാം. നടുക്ക് ഞാനാ, ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ബൈ. ബ്രൂണോ, നീ വിഷമിക്കണ്ട, നിൻ്റെ പേടി ഞാനല്ലേ. ശരി, നിനക്ക് വേണ്ടി അവൻ്റെ കാമൂനാണെന്ന് ഞാൻ കള്ളം പറഞ്ഞ പോലെ ഇനിയും ഞാൻ അഭിനയിക്കാം. നിനക്ക് വേണ്ടിയല്ല, ഇതിൽ നിന്ന് ഞാൻ ചിലവാക്കിയ പൈസയ്ക്ക് വേണ്ടി. ഇനി എന്നെ ഞാൻ എന്തൊക്കെയോ വാങ്ങിച്ച് തിന്നു. പിന്നെ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് അപ്പുറത്തെ അടുക്കളയിലിരിക്കുക, ഞാൻ പോയി എടുത്ത് കുടിച്ചിട്ട് വരാം കേട്ടോ. നീയും പോയി കിടന്നോ. പിന്നെ ഒരു കാര്യം, ഭിത്തിയുടെ സൈഡ് ഞാനാ, അവിടെ കയറി കിടന്നേക്കരുത്. പിന്നൊരു വേറൊരു കാര്യം കൂടെ, നാളെ അവിടെ ചെന്നിട്ട് എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ ഞാൻ വാ തുറക്കും. എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വാ തുറക്കത്തില്ല, പ്രോമിസ്. അപ്പം ശരി, ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ, എന്ന് അവന് വാ അടയ്ക്കാൻ നേരം കാണത്തില്ലല്ലോ. വാ തുറന്നുകൊണ്ടേയിരിക്കൂ. ശാശു, ഹർഷേട്ടാ,
നോക്ക് എൻ്റെ മുഖത്തോട്ട് നോക്ക്. ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഹർഷേട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? അബി പറയടാ. എൻ്റെ പൊന്ന് ഹർഷേട്ടാ, ഞങ്ങൾക്ക് ഈ പേഴ്സണൽ സെക്യൂരിറ്റി, ബോഡി ഗാർഡ്, അസിസ്റ്റൻ്റ് ഇതൊന്നും വേണ്ട. അതൊക്കെ നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾ കൊണ്ട് നടന്നോ ഇവിടെ ഉള്ള എല്ലാവരും. എൻ്റെ പൊന്ന് ഹർഷേട്ടാ, ഇവന് ആളെന്തോ മാറി തട്ടിക്കൊണ്ട് പോയതായിരിക്കും. അതാ ഇവൻ അവിടെ കളഞ്ഞിട്ട് പോയത്. അല്ലേടാ, അല്ലാണ്ട് ഞങ്ങളെന്നും തട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിച്ചല്ല. എൻ്റെ പൊന്ന് ഹർഷേട്ടനല്ലേ ഹർഷേട്ടാ, വെറുതെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ബോഡി ഗാർഡിനെയും മാങ്ങാത്തൊല്ലിനെയൊന്നും വിടല്ലേ പ്ലീസ്. ഉള്ള മൂടുകൂടി കളയാനായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാനുള്ള പ്രായമായത്. ഈ പ്രായത്തിൽ 2 തടിമാടന്മാർ പിറകെ, ഫ്രണ്ടിൽ 2 പേര് തോക്കും പിടിച്ച്, അതൊക്കെ എന്ത് ബോറാണെന്നറിയോ? ഹർഷേട്ടന് എന്താ അറിയത്തില്ലേ? ഞങ്ങളുടെ പ്രായം കഴിഞ്ഞല്ലേ ഹർഷേട്ടന് വന്നേ. അതേടാ, നിങ്ങളുടെ പ്രായം കഴിഞ്ഞ് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ എൻ്റെ പ്രായത്തിൽ എനിക്ക് ഇമാതിരി പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഫേസ് ചെയ്യേണ്ട അവസ്ഥയും വന്നിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സങ്കടവും വിഷമവും തോന്നിയിട്ടുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രണ്ടിനോടും. പേഴ്സണൽ ഗാർഡില്ലാണ്ട് രണ്ടും കോളേജിലും പോകത്തില്ല, ഒരു കുടച്ചക്രത്തിലും പോകത്തില്ല. ഇവിടെ ഇരുന്ന് പഠി. ഇനി അത്രയ്ക്ക് നിർബന്ധമാണ് പ്രൊഫസർ എന്നെ പഠിപ്പിക്കണം, ഓൺലൈൻ ക്ലാസ് ഒന്നും ഒക്കത്തില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫസറിനെ ഞാൻ ഇങ്ങോട്ട് വരുത്തിച്ചോളാം വൈകുന്നേരം. എന്നാലും പൊന്നുമക്കൾ ഇനി വീട്ടിൻ്റെ വെളിയിൽ ഗാർഡില്ലാതെ ഇറങ്ങത്തില്ല. അതിനൊരു മാറ്റവും. ഇതെൻ്റെ ലാസ്റ്റ് ടൈം ഫൈനൽ തീരുമാനമാണ്. എൻ്റെ മാത്രമല്ല, ശാശുവിൻ്റെ തീരുമാനം ഇത് തന്നെയാണ്. അബിക്കിനി വല്ലതും പറയാനുണ്ടോ? അതൊന്നും പറ്റത്തില്ല, എനിക്കും പറയാനുണ്ട്. ഹ്യൂമാനിറ്റി വേണം, ഇക്വാലിറ്റി വേണം. ഞങ്ങൾ മനുഷ്യരാ, ഞങ്ങൾക്ക് മാടപ്രവളെ പോലെ പറന്ന് നടക്കണം. അല്ലാതെ ഇങ്ങനെ ഞങ്ങളെ പൂട്ടിയിടാനൊന്നും ഒരു റൈറ്റ്സും ഈ ലോകത്താർക്കുമില്ല. ഒരു മനുഷ്യൻ്റെ അവകാശം അവന് സ്വയം തീരുമാനിക്കാനുള്ളതാണ്, അല്ലാതെ ചേട്ടനും അനിയന്മാരൊന്നും തീരുമാനിക്കാനുള്ളതല്ല. സോ വി വാണ്ട് ഫ്രീഡം. നമ്മളിവിടെ സമരം ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരും അത് നോക്കിക്കൊണ്ടും ഇരിക്കും കേട്ടോ, അല്ലാതെ ആരും വരത്തില്ല കാണാനായിട്ട്. വേദയെടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഇവന് വല്ലാൻ പറ്റിയ ഞാനങ്ങ് സഹിക്കും. പക്ഷെ നിനക്ക് വല്ലാൻ പറ്റിയ ഞാൻ മുത്തശ്ശന് വാക്ക് കൊടുത്തതാ, എൻ്റെ മരണം വരെ നിങ്ങളെ 2 പേരെയും, രുദ്രീനെയും നിന്നെയും ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല വേദ. അവന് വല്ലാൻ പറ്റിയ ആര് സഹിക്കുമെന്ന്? ഹർഷേട്ടാ, എൻ്റെ വായിന്നൊന്നും കേൾക്കില്ലേ? അവന് പറ്റിയ നിങ്ങൾ സഹിക്കുമായിരിക്കും, ഞാൻ സഹിക്കത്തില്ല. ഞാൻ വല്ല പറഞ്ഞ കൂടിപ്പോവും. ഇന്നലെ ഞാൻ തിന്ന തീക്കുണ്ടല്ലോ, കണക്കില്ല, കണക്ക് സഹിക്കും പോലും. എന്തിനാ ശാശുവേട്ട അത്രയും തീ തിന്ന്? ഒരു ഉപ്പ് വെള്ളം കുടിച്ചുവിടായിരുന്നോ അതിൻ്റെ ഇടയിൽ കൂടി? അപ്പോൾ എനിക്ക് വല്ലതും പറ്റിയ ശാശുവേട്ടന് വിഷമാവല്ലേ? അപ്പം ശാശുവേട്ടന് എൻ്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹം? നീ അവിടെ നില്ല. നീ അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. ഈ നിൽക്കുന്ന നിന്റെ ചേട്ടനും നിൽക്കുന്ന എൻ്റെ അനിയനും ആണ്. ആ ബോധം വേണം. അവിടെ നില്ലേ, അടുത്തോട്ടേ വരണ്ട, അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. സ്നേഹം ഇപ്പോൾ കുറച്ച് കുറവാണ്. ഉണ്ടാകുന്നോ? എക്സ്ക്യൂസ് മീ സാർ, സാർ കാണാനായിട്ടൊരു 3 പേര് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ID കാർഡാണ് കാണിച്ചേക്കുന്നത്. പുറത്ത് നിൽക്കുക വീട്ടിൻ്റെ. ഞാൻ അകത്തോട്ട് കയറ്റി വിടട്ടെ? അവരവിടെ നിർത്തരുത്, കയറ്റിവിട്. അവർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാ. പെട്ടെന്ന് കയറ്റിവിട്. ചെല്ല് വേദ, നീ സംസാരിച്ച് ശരിയാക്ക്. ഞാൻ പോവാ, എൻ്റെ 60 വന്ന്. ഹായ്. എൻ്റെ ദൈവമേ, ഇത് വല്ല കുരങ്ങനുമാണോ എന്തോ? അപ്പം നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്? വേദ, നീ പറയുന്ന കാര്യത്തിൽ മനസ്സിലാക്കുക. അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തോണ്ടല്ലേ മോനെ പറയുന്നേ, അല്ലാതെ നിന്നെ ഒറ്റയ്ക്ക് വിടുന്നതിന് ഏട്ടന്മാർക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടാണോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ വിട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഹർഷേട്ടൻ നമ്മുടെ മുത്തശ്ശന് ചെയ്തു കൊടുത്ത സത്യമൊക്കെ വെറുതെ ആവത്തില്ലേ? ഇത്രയും കാലം നിങ്ങളെ പൊന്നൊരുക്കി നോക്കിയത് വെറുതെ ആവത്തില്ലേ? അതൊക്കെ കൊണ്ടല്ലേ ഇത്രയും കാലം ഹർഷേട്ടൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട എല്ലാം നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് നീ മനസ്സിലാക്കുവേതാ? ആണല്ലോ, ഞാനാ ഒന്നും മനസ്സിലാക്കാത്തത്. ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം. ഞാൻ പൊട്ടനാണല്ലോ. രുദ്ര പറയുന്നത് ശരിയാ. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നും ഞാനിങ്ങനെ തലകുണിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. അവൻ പറയുന്നതാ ശരി, അവനാ ശരി. സത്യത്തിൽ ഞാനിങ്ങനെ തന്നെ അങ്ങ് നിന്നോളാം, ജയിലിനകത്ത് നിൽക്കുന്ന പോലെ. എല്ലാവരും കൂടി അങ്ങ് തീരുമാനിക്കും എന്തായതാന്നൊക്കെ. അല്ലെങ്കിലും എനിക്കിവിടെ ഒരു വിലയുമില്ലല്ലോ. വേദ,
അവന് വിഷമമായെന്ന് തോന്നുന്നു ഹർഷേട്ടാ. വെറുതെ അവൻ പറഞ്ഞൊക്കെ സത്യമല്ലേ, ഇതൊക്കെ അവൻ്റെതാ, ഇതൊക്കെ അവരതാ. എന്നിട്ട് അവർക്ക് തന്നെ ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. ആർക്കായാലും എന്തെങ്കിലുമൊക്കെ തോന്നും. എത്ര കാലം എന്ന് പറഞ്ഞ ഹർഷേട്ടാ ഇവരെ നമ്മളിങ്ങനെ പൊത്തിപ്പൊതിഞ്ഞ് വയ്ക്കുന്നത്. പോട്ടേടാ, സാരല്ല. അത് വേദയാ, രുദ്രയല്ല. അവന് മനസ്സിലാവും. അപ്പോഴത്തെ ദേഷ്യത്തിന് കയറിപ്പോയതാ. വൈകുന്നേരം നമ്മൾ വരുമ്പോൾ ഇറങ്ങി വരും ഹർഷേട്ടാന്ന് വിളിച്ചോണ്ട്. അല്ലാതെ ആ മനസ്സിലൊന്നും ഇരിക്കത്തില്ലടാ. പാവമാ. എനിക്കറിയില്ലടാ എത്ര നാളാന്ന്. ഏതായാലും അവർ സേഫാണെന്ന് എനിക്ക് തോന്നുന്നിടത്തോളം കാലം ഞാനിങ്ങനെ നിൽക്കും കാവലായിട്ട്. സേഫാണെന്ന് തോന്നിക്കഴിഞ്ഞോ പിന്നെ ഞാൻ പോകൂടാ. എനിക്കും വേണ്ടേ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം. എക്സ്ക്യൂസ് മീ സാർ, അഗെയിൻ സോറി ഡിസ്റ്റർബ് ചെയ്യുന്നതിന്. ഇതാ അവർ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ജോൺ പൊയ്ക്കോളൂ. എന്താ അബി ഇത് വന്നുടഞ്ഞ് അവരെ തോളി തൂങ്ങി. അവർക്ക് ശ്വാസം വിടാനുള്ള സമയമെങ്കിലും കൊടുക്ക്. ബ്രൂണോ, ഹായ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വണ്ടി വിടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നിങ്ങളോട് അഡ്രസ്സും ഒന്നും ചോദിക്കാത്തതുകൊണ്ട് തന്നെ അറിയത്തില്ലല്ലോ എവിടെയെന്നും പറഞ്ഞ് വിടാനാ. നമ്പരും വാങ്ങിയില്ല. പിന്നെ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രതീക്ഷേനെ നിന്ന്. ആക്ച്വലി ഞങ്ങൾ ഓഫീസിൽ പോകാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. അയ്യോ, പൊക്കൂടായിരുന്നില്ലേ? അല്ല, ഇവിടെ വേറെ അനിയന്മാരെ കൊണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പം അവരെ ഞങ്ങൾ കാണാമായിരുന്നല്ലോ. അയ്യോ, അനിയന്മാരെ കൊണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. അവർ അബിയെ പോലെ തന്നെയാണ്. ഇവൻ്റെ 2 വയസ്സിന് മൂപ്പുണ്ടെന്നേ ഉള്ളൂ 2 പേർക്കും. അല്ലാണ്ട് നിങ്ങളുടെ അത്രയോ അല്ലെങ്കിൽ ഞങ്ങളുടെ അത്രയോ വലിയ ആൾക്കാരൊന്നുമല്ല. അവരും പഠിക്കുന്നും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ. അവർക്ക് ഈ വക കാര്യങ്ങളിലൊന്നും ഇതില്ലല്ലോ. പിന്നെ നിങ്ങളവർക്ക് അറിയത്തുമില്ല. അബി മാത്രമല്ലേ. അപ്പം അബി മാത്രമുള്ളപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞങ്ങളല്ലേ ഉത്തരവാദിത്തത്തോടെ നിങ്ങളെ എല്ലാം ഏർപ്പാടാക്കിയിട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ തന്നെ നിന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ എടുത്തു തരാൻ ജോലിയൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ അറിയാമെന്നുള്ളതെന്ന്, അതായത് നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ അറിയാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആ മേഖലയിൽ തന്നെ നിങ്ങളെ ഏർപ്പാട് ചെയ്യാം. വലിയ വീടൊക്കെ ആണെങ്കിലും ആവശ്യത്തിലധികം ജോലിക്കാർ ഇപ്പോൾ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചായതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ഉറപ്പായിട്ടും ചെയ്ത് തന്നല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഇവിടെ ആകെപ്പാടെ ആവശ്യമുള്ളൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ബോഡി ഗാർഡാണ്. അത് വേറൊന്നുമല്ല, യവന്മാരുടെ കൂടെ കോളേജിന് പോകാനാണ്. ഡെയിലി പോകുമെന്ന് വേണ്ട, വീക്കിലി. അത് യവന്മാരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ കൂടെ പുറത്ത് പോവുക, കോളേജിൽ പോവുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇവരേതായാലും ഡെയിലി ഇനി കോളേജിൽ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നിരാടം വിടാനാണ് പ്ലാൻ. ആ 1 ദിവസങ്ങളിലൊക്കെ കൂടെ ഒന്ന് പോകണം. അബി, ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവരെയൊക്കെ അടിച്ചെന്ന് പറഞ്ഞത് ഈ 3 പേരിൽ? അത് അറിവേട്ടനെ അടിച്ചേ. അറിവേട്ടനെ അടിച്ചേ? ഞാനോ? എപ്പോൾ? കൊച്ചേർക്കാം ആവശ്യമില്ലാത്ത കള്ളം പറയല്ലേ. എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഇതുവരെ ഒരു ഈച്ചയെ പോലും ചവിട്ടിക്കൊന്നിട്ടില്ല, അടിച്ചു പോലും. സാറേ, എന്നെ ബോഡി ഗാർഡ് നോക്കല്ലേ. അറ്റ് ലാസ്റ്റ് യവന്മാർ 2നെയും ആരെങ്കിലും വെടിവെച്ച് വന്നാൽ പോലും ഞാൻ അറിയത്തില്ല. ഞാൻ ഏതെങ്കിലും മൂലയിൽ ചെരുവിൽ പോയി ഒളിച്ചിരിക്കും. ഇപ്പോഴേ പറഞ്ഞേക്കാം. തീർന്നു. എൻ്റെ ദൈവം, അത് ഇവൻ തന്നെ അടിച്ചേ. ഞങ്ങൾ കണ്ടതാ. ഇവനിത് ഈ ബോഡി ഗാർഡ് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാ അല്ലേ നിറു? അതെ. ഇവന് കുഞ്ഞിലേ തൊട്ടേ ഉള്ള സ്വഭാവമാണ്. ഇവൻ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ അത് ഏക്കത്തില്ല. ക്രെഡിറ്റ് അവന് കിട്ടുന്നത് അവന് പണ്ടേ ഇഷ്ടമല്ല. എല്ലാവരും അല്ല, ആണ് അത് നിറുവേട്ടൻ പറഞ്ഞ് ഞാനും അറിഞ്ഞായിരുന്നു. വേറൊന്നുമല്ല ഹർഷേട്ടാ, ഈ ആരെങ്കിലുമൊക്കെ തള്ളിയെന്ന് പറഞ്ഞാൽ പുറത്തറിയുമ്പം ഇമേജ് പോകത്തില്ലേ? അത് അറിവേട്ടന് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ അറിവേട്ടാ? അതുകൊണ്ട് അറിവേട്ടൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അറിവേട്ട എന്തിനാ ഇവിടെ വന്ന് വേദി സെറ്റാക്കണ്ടേ? മിണ്ടാൻ നിന്ന് സമ്മതിക്കേ, ഇല്ലെങ്കിൽ എല്ലാം കുളവും, പ്ലാനെല്ലാം കുളവേ. അതായിരുന്നോ? കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒക്കുന്നതാണെങ്കിൽ അതങ്ങ് സഹായിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ പോളിസി. ഐ വിൽ ഡു. അതെ, ഞാൻ അടിച്ചത്. എൻ്റെ ഒരു ഇടിയിൽ അവൻ ശൂന്യാകാശം മുഴുവൻ കണ്ടിട്ട് വന്നു. സമ്മതിക്കാതെ വയ്യ.
എനിക്ക് ഈ ക്രെഡിറ്റ് അംഗീകാരങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ആ പിന്നെ ഇനിയിപ്പം എല്ലാവരും കൂടി എടുത്ത് വെച്ച് തരുമ്പോൾ വാങ്ങിയല്ലേ പറ്റൂ. അല്ല, ഈ ബോഡി ഗാർഡെന്ന് പറയുമ്പം ചുമ്മാ ഈ കറുത്ത കോട്ടും സൂട്ടിട്ടുകൊണ്ട് നടക്കുന്ന പരിപാടിയല്ലേ, അല്ലാതെ മേലനങ്ങുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. അല്ല ഈ വല്ല അടിയോ കുത്തോ വെട്ടോ ഒക്കെ വന്നാൽ മാത്രം നമ്മൾ എസ്കേപ്പ് അല്ല മേലനങ്ങിയ മതിയല്ലോ. ആക്ച്വലി എന്തേലും ഇവർക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രം പ്രതികരിച്ചാൽ മതി. അല്ലാതെ ബോഡി ഗാർഡിന് പറയത്തക്ക വേറെ ഡ്യൂട്ടീസൊന്നുമില്ല. ഇവരെ കെയർ ചെയ്യണം, ഇവരെ ഗാർഡ് ചെയ്യണം. ഇവരെ സുരക്ഷിതത്വം നിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? ബ്രൂണയ്ക്ക് എന്ത് ജോബാ അറിയാമെന്നുള്ളത്? ബ്രൂണയ്ക്ക് കുക്കിംഗ് അറിയാം. അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും അല്ലേ ബ്രൂണ? എന്റെ കർത്താവ്, ചായ ഇടാൻ പോലും അറിഞ്ഞൂടെ ഈ ചെറുക്ക ഇതുണ്ട്. അത്യാവശ്യമോ? അത് സത്യമായിരുന്നു. ഞങ്ങളെല്ലാവരും അത്യാഹന നിലയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ബ്രൂണോ ഉണ്ടാക്കിയൊരു സാമ്പാർ തിന്നിട്ട് അപ്പം തൊട്ട് ഞങ്ങളെല്ലാവരും കക്കൂസി കയറി എല്ലാം ഇറങ്ങാൻ നേരമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആംബുലൻസ് വന്നു, കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പിട്ട് കുണ്ടിൽ ട്യൂബ് വരെ കുത്തിക്കയറ്റി. ഞാനൊന്നും മറന്നിട്ടില്ല. എൻ്റെ ചന്തിയിൽ എത്ര ഇഞ്ചക്ഷൻ കിട്ടിയെന്നറിയോ? അതെ, നിങ്ങളവനിവിടെ കുക്കായിട്ടെടുത്താൽ നിങ്ങൾ കുത്തുവാള എടുക്കും, തൂറി. ഐശേ, ഈ അറുവേട്ടൻ്റെ ഒരു കോമഡി. എൻ്റെ ഹർഷേട്ടൻ ഇതൊക്കെ കോമഡിയാ. അറുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കൗണ്ടർ അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചില്ലേ? നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആവും. ഇത് കോമഡിയാ. സത്യം പറഞ്ഞാൽ ബ്രൂണോ ചേട്ടൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അല്ലേ ബ്രൂണോ ചേട്ടാ? അല്ലേ? ഇനി ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ. ഓക്കെ, അതും ഓക്കെ. ഇനി താനോ? തനിക്ക് എന്ത് ജോലി അറിയാമെന്നുള്ള? താനെന്ത് ജോലി ചെയ്യാൻ പോകുന്നേ? യെസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി എനിക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമില്ല. ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാറില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൊണ്ടുവരുന്നു, പിന്നെ അപ്പം കൊണ്ടുവരുന്നു, പിന്നെ ഞാനെന്തിനാ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും വേണ്ട. ഞാനിങ്ങനെ ഈ സൈഡിലെവിടെയെങ്കിലുമൊക്കെ നിന്നങ്ങ് പൊക്കോളാം. വിരോധമില്ലെങ്കിൽ ഇവരുടെ കൂടെ ഞാൻ മിണ്ടാതെ അങ്ങ് പൊക്കോളാം. ഇവർ രണ്ടും പണിയെടുക്കും. ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഈ മൂലയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ. സോറി നിർവാൻ, വേറൊന്നും കൊണ്ടല്ല. അത് അങ്ങനെ ഇത്രയും ആൾക്കാരിവിടെ പണി ചെയ്യുമ്പോൾ അത് നടക്കത്തില്ല. തനിക്കങ്ങനെ ജോലിയൊന്നും ചെയ്യുന്ന താല്പര്യമില്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ജോലി കൊടുക്കാം. താൻ വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ നിൽക്കുന്നത് ഇവിടെയുള്ള ബാക്കി സ്റ്റാഫ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആരും അല്ലല്ലോ, അതൊന്നാമത്തെ കാര്യം. ഇത് തന്നെ എനിക്കും വേണ്ടത്. ഗുഡ് ഡിസിഷൻ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബാക്കിയുള്ള സ്റ്റാഫ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം വെറുതെ ഒരു പണിയെടുക്കാണ്ട് തിന്നിട്ട് ഇവിടെയൊക്കെ നടന്ന് ഉറങ്ങി ഇങ്ങനെ നടന്നാൽ അവർക്കൊക്കെ വിഷമമാകത്തില്ലേ? ഞാൻ വീട്ടിൽ പോയിക്കോളാം. അരു, ബ്രൂണോ, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് പണിയെടുക്കൂ. ഞാൻ വീട്ടിൽ തന്നെ കാണും. നമ്മുടെ അപ്പം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പനെ കൂട്ടിന് ആരെങ്കിലും വേണ്ടേ വീട്ടിൽ? ഞാൻ അവിടെ തന്നെ കാണും. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസ ചിലവാക്കാൻ ആരും ഇല്ലെന്നും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. എൻ്റെ തന്നാൽ മതി, ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം. ചിലവാക്കത്തില്ല, സത്യം. അത് ശരിയാവത്തില്ല ഹർഷേട്ടാ. അല്ല, അബി അങ്ങനെയല്ലേ വിളിക്കുന്നേ? അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഞാനങ്ങനെ വിളിക്കത്തുള്ളൂ. എനിക്ക് സാറേ നിന്നൊന്നും വിളിക്കാനൊന്നും വരത്തില്ല. അതെ, അവനില്ലെങ്കിൽ ഞാനും ഇല്ല. എനിക്കൊന്നും പറ്റത്തില്ല ബോഡി ഗാർഡും ഡെഡ് ബോഡിയൊന്നും ആവാനായിട്ട്. ഞാനും അവൻ്റെ കൂടെ പോവാം. ബ്രൂണോ നിന്നവിടെ. മോരൊക്കെ രണ്ടിനെയും കൊണ്ട്. ഹർഷൻ, ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടിൻ്റെ ഉദ്ദേശം എന്താ? നമ്മൾ എന്തിനു ഇങ്ങോട്ട് വന്നേ? പണി രണ്ടിനും മടി തന്നെയാണല്ലേ? അദ്ദേഹം മര്യാദയ്ക്ക് നിന്നോ. എനിക്ക് അറിഞ്ഞാത്ത ജോലി ഞാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പം നിന്നെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വിടാൻ നീയൊക്കെ പിടിച്ച വെള്ളത്തിൽ വിചാരിക്കണ്ട. ബ്രൂണോ, 1 മിനിറ്റ്. ആണല്ലോ ദേ, നിങ്ങളെല്ലാവരും കണ്ടതാ. എവനും ഇവിടെ ജോലിയായി, ബ്രൂണോയ്ക്കും ഇവിടെ ജോലിയായി. ഇവർക്ക് രണ്ടുപേർക്കും ജോലിയായ സ്ഥിതിക്ക് ഞാൻ എന്തിനാ
ഇവിടുത്തെ മുതലാളിമാർ തന്നെ പറഞ്ഞു. ബ്രൂണോ കേട്ടായിരുന്നോ? ആ, അതുകൊണ്ട് കിട്ടിയ ജോലി നിങ്ങളെങ്കിലും കളയാതിരിക്കുക. വെറുതെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിന്നിട്ട്? അവിടെ വീട്ടിലെ അപ്പൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ അപ്പൻ്റെ കൂടെ പോയി നിന്നോളാം. അപ്പനാകുമ്പം ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ജോലിക്ക് പോകാൻ എന്തായാലും കുത്തികളക്കത്തില്ല. എന്നിട്ട് മനസ്സിലാക്ക്, ഞാൻ വീട്ടിൽ പോയി നിന്നോളാം. എനിക്കിവിടെയൊന്നും ശരിയാവത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് വെറുതെ നിൽക്കുന്ന ഇഷ്ടമല്ല എന്ന്. ഞാൻ വെറുതെ നിന്നോളാം എന്ന് പറഞ്ഞപ്പോൾ അവരെന്തോ പറഞ്ഞേ, അങ്ങനെ വെറുതെ തന്നാൽ ബാക്കി സ്റ്റാഫ്സിനൊക്കെ വിഷമാവുന്നു. അത് ന്യായമായ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ഞാൻ വെറുതെ നിൽക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവരുടെ സ്റ്റാഫുകൾക്ക് ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് അത് ചെയ്യുന്ന മോശമാണ് ബ്രൂണോ ഞാൻ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് സമ്പാദിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തെ മെച്ചപ്പെടുത്തി മുൻനിര കൊണ്ടുവരാൻ നോക്ക്. ഇതുപോലെ നിക്ക്. എടാ, നീ അവിടെ ഒറ്റയ്ക്ക് പോയി നിന്നാൽ ശരിയാവത്തില്ല. അപ്പൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിന്റെ വായിന്ന് എല്ലാം വീഴും. അതുകൊണ്ടാ പറയുന്നത്, നീക്ക് മനസ്സിലാക്ക്. നീ മനുഷ്യന് വട്ടാക്കാതെ എന്തെങ്കിലും ജോലി അറിയാന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇവിടെ ജോലിക്ക് കയറാൻ നോക്ക്. വെറുതെ നിൽക്കാൻ എവരെന്നല്ല ഒരു വീട്ടിലുള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല. വെറുതെ നിൽക്കുമ്പോൾ ശമ്പളം തരാം. നീ ആരാ? അവരെ അമ്മമ്മേടമാരോ? ചെറുക്ക, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആൾക്കാരെ മുമ്പ് എടുത്തിട്ട് ഞാൻ ഇടിക്കും. മര്യാദയ്ക്ക് എന്തെങ്കിലും ജോലി അറിയാൻ നീ സത്യം പറഞ്ഞോ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ദേഹമാണെങ്കിൽ ജോലി എടുക്കാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് ഉറങ്ങണം. അതിലൊക്കെ അത് ഡിസ്റ്റർബൻസ് ആവും. സോ ദേഹം അനങ്ങാതെ ജോലി എടുക്കാനാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെയും അറുവിൻ്റെ കൂടെ ഇവിടെ കാണും. ഇല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ വീട്ടിൽ. വെറുതെ എന്നെ പിറകേന്ന് വിളിച്ച് എൻ്റെ മൂഡ് കളയാൻ നിൽക്കരുത്. എനിക്ക് വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാനുള്ളതാ. വെറുതെ ഇരിക്കാനാണെങ്കിൽ മാത്രം ഞാനിവിടെ നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഈ വഴിക്ക് നോക്കണ്ട. ബൈ ബൈ ബൈ. അങ്ങനെ അങ്ങ് ബൈ പറഞ്ഞു പോവില്ലേ? നിനക്ക് വെറുതെ ഇരിക്കാനുള്ള ജോലി ഞാൻ തരാം. അത് ഈ വീട്ടിൽ തന്നെ. അതാരാ? അവൾ ഇവളത് സ്റ്റേല സന്തന വേല ഇവൾ മന്മത പുയല അഴടാ പൂവിൻ മാനാടാ അഴകുക്ക് ഇവൾ താൻ തായ്നാടാ നിനക്ക് അവനെ മനസ്സിലായോ? ഇത് പണിയാ, വൻ പണിയാ. മനസ്സിലായി. ഇവനെന്താ ഇവിടെ? ഇതെവൻ്റെ വീടാണ്. ഇവനെന്ത് ഇവിടെ? നീ എന്തോ രുദ്ര പറയുന്നേ? ആ ചെറുക്കൻ പറയുന്ന കേട്ടില്ലേ? അവന് ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അവനോട് വെറുതെ നിൽക്കാനാണെങ്കിൽ നിൽക്കാമെന്ന്. അങ്ങനെ എന്തിനാ ഒരാളെ നമുക്ക്? പിന്നെ പോരാഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഓൾറെഡി ഇവിടെ ജോലിയായി. അവരെ വീട്ടിലെന്തോ അച്ഛനവർ ഒറ്റയ്ക്കുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അവൻ പോണെങ്കിൽ പോട്ടെ, ഇവർ ജോലിയെടുത്ത് അവനെ നോക്കുമെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ വെറുതെ ഒരാളെവിടെ പിടിച്ച് നിർത്താന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല. രുദ്രനോ? ചത്ത് 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 ഞാൻ ചത്തു. ഞാനും ഉണ്ടടുത്ത്. അയ്യോ, കയ്യും കാലും വിറയ്ക്കണം. ഇപ്പം നമ്മളെ കാര്യം വല്ലതും പറഞ്ഞു കൊടുക്കുമോ? എന്നാൽ ഈ കോടീശ്വരന്മാരെല്ലാം കൂടെ നമ്മളെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കും. അയ്യോ,
അവന്മാർ കരിക്കടി ഇടിക്കും, ഉറപ്പാ. ഇടിച്ച് നമ്മളെ കൂമ്പ് വാട്ടിക്കും. ഓർക്കുമ്പം തന്നെ കൈയും കാലം പറിക്കണം. ദൈവമേ, നല്ല ബുദ്ധി തോന്നിക്കണേ. സ്വത്രം. ഒന്നുമില്ലെങ്കിൽ അവൻ കാര്യം പറഞ്ഞില്ലേ, അവന് വെറുതെ ഇരിക്കാനാണെങ്കിൽ അവൻ നിൽക്കാമെന്ന്. ഈ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റിയ പണി എന്താ? എൻ്റെ ബോഡി ഗാർഡ്. നിങ്ങൾക്കല്ലേ പരാതി ഞാനും വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വെളിയിൽ പോണേന്ന്. ഇവനും കൂടി വരട്ടെ, ഇനി ഞാൻ പോകുന്ന സ്ഥലത്തല്ല. പിന്നെ എൻ്റെ ബോഡി ഗാർഡ് എന്ന് പറയുമ്പം ഇവന് ചെയ്യാൻ എന്തായാലും ഒന്നും കാണത്തില്ല. ഇവൻ വെറുതെ ഇങ്ങനെ നിന്നാൽ മതി നോക്കിക്കൊണ്ട്. എന്നെ ചെയ്യാൻ വരുന്നവരൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അതാകുമ്പം പ്രശ്നം തീർന്നില്ലേ? പിന്നെത് നിൽക്കുന്നവൻ പറയുകയും ചെയ്തു ഇവനില്ലാതെ അവൻ നിൽക്കത്തില്ല എന്ന്. അപ്പോൾ ഇവരുടെ ബ്രദേഴ്സിൻ്റെ ഇടയിലുള്ള വിഷമവും അങ്ങ് തീരും. നമ്മൾ ചെയ്യുന്നൊരു ഉപകാരമാവും അല്ലേ? എന്തുവായിരുന്നു നിന്റെ പേര്? നിർവാൻ അല്ലേ? അല്ലേ നിർവാൻ ഇന്നോട്ട് എൻ്റെ ബോഡി ഗാർഡ് ആയിക്കോ. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ നിന്ന് എന്നാൽ മതി. ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. അയ്യോ ആക്ച്വലി എനിക്കിപ്പം വെറുതെ നിൽക്കാനും പറ്റത്തില്ല. എന്താ വെറുതെ നിന്നാലും പ്രശ്നമാ. പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പോവാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെയും നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഞാൻ പോട്ടെ. നീ പോവില്ലേ? നീ പോകുന്ന എനിക്കൊന്ന് കാണണം. അങ്ങനെ നീ എന്നെ മാത്രം കൊലക്കി കൊടുത്തിട്ട് പോകണ്ടറ. അവൻ വെറുതെ നിൽക്കാൻ തയ്യാറാണ് സാർ. രുദ്ര അല്ലേ? രുദ്രേട്ടാ. രുദ്ര അത് മതിയല്ലോ. രുദ്ര, അവൻ വെറുതെ നിൽക്കാൻ തയ്യാറാണ്. അവനൊരു കുഴപ്പമില്ല, വെറുതെ നിന്നാൽ പോരെ. അതവൻ നിന്നോളും. ഇതാ കൊണ്ടുവയ്ക്കോ, താങ്കളുടെ ബോഡി ഗാർഡ് കൊണ്ടുവയ്ക്കോ. ആദ്യമായിട്ടാ ഒരു നല്ല കാര്യം ചെയ്യുന്നത്. അതെ, അവൻ വെറുതെ നിൽക്കാൻ തയ്യാറാണ്. രുദ്ര അവനെ കൊണ്ടുവെക്കോ. രുദ്രയുടെ പേഴ്സണൽ ബോഡി ഗാർഡ് ആക്കിക്കോ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എല്ലാവരും അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണം. ഇതേ കേട്ടല്ലോ, നിന്റെ ഏട്ടനും നിന്റെ അനിയനും ഒരു കുഴപ്പമില്ല നീ ഇവിടെ നിൽക്കുന്നതിന്. അവർക്ക് സന്തോഷമേ ഉള്ളൂ, അത് അവരുടെ മുഖത്ത് തന്നെ കാണാം. പിന്നെ ഹർഷേട്ടനും ഒരു കുഴപ്പമില്ല. ഞാനെന്തേലും പറഞ്ഞാൽ ഹർഷേട്ടൻ അതിനെതിരെ പറയാറില്ല. പിന്നെ ശാശു ഒരിക്കലും പറയൂല. അപ്പോൾ എൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് വന്നാലും എൻ്റെ റൂമിൽ കുറച്ച് പരിപാടിയുണ്ട്. വാ പെട്ടെന്ന് വാ, നിൽക്കാൻ ടൈമേ ഇല്ല. വാ. സമദ്രോഹി പട്ടി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ദൈവമേ, തിമിംഗലത്തിൻ്റെ വായി കൊണ്ടിട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കൾ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ബൈ. താങ്ക്സ് ഫോർ വെറുതെ ഇരിക്കുന്ന ജോബിൽ എന്നെ തിരഞ്ഞെടുത്തതിന്. ചാവാൻ പോകുന്നു, എൻ്റെ ബലിപ്പാട്ട് പോലെ ഉണ്ട് അവരെയൊക്കെ മുഖം. ഈ രുദ്രയുടെ ഒരു കാര്യം, ഓരോ സമയം ഓരോ സ്വഭാവവും ഓരോ കുണവാ. ഇവ എന്തൊക്കെ കാണിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അത് ഒരനിയനാ രുദ്ര. ഇനി ഒരാളുകൂടി ഉണ്ട്, വേദ. ഒരു കാര്യം ചെയ്യും, അബിയുടെയും വേദയുടെയും ബോഡി ഗാർഡാണല്ലോ അറിവ്. അപ്പോഴത്തേനും അബി ഒരു കാര്യം ചെയ്യും, വേദേനെ കൂടെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്ക്. എന്നിട്ട് നിങ്ങളെല്ലാം ഒന്ന് മിങ്കിളായി സെറ്റായിട്ടിരിക്കും. അന്നേരം ഞങ്ങൾ ഓഫീസിലൊക്കെ പോയിട്ട് വൈകിട്ട് വരാം. ബ്രൂണോ, കിച്ചൺ ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. അവിടെ വേറെ ഷെഫുണ്ട്, ബ്രൂണോ അവരെ കണ്ടാൽ മതി, അവർ പറഞ്ഞുതരും. എന്നാൽ ഞാൻ ശേഷം ഇറങ്ങട്ടെ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നല്ല ലൈറ്റായി. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇനിയും ലൈറ്റാവും. അത് ഞങ്ങൾക്ക് പണിയാവും. അതുകൊണ്ടാണ് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് കയറി ചെല്ലുന്ന മോശമല്ലേ. എന്നാൽ ശരി, ഇറങ്ങുവാണേ. ശരി. ബ്രൂണോ ചേട്ടാ, പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി, കിച്ചണാ. അവിടെ ഒരു ഷെഫുണ്ട്, കുറേ അസിസ്റ്റൻസ് ഉണ്ട്. അറിവേട്ടാ, വാ പോവാ. പോയാ? മുമ്പേ പോയ എൻ്റെ ചെറുക്കനൊരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഈ പോകുന്നതിനും കുറേ ഷെഫും കുറേ അസിസ്റ്റൻസും ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ ഞാൻ എന്തായാലും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. എങ്ങനെയും കറങ്ങി കഴിഞ്ഞ് ജോലി കിട്ടി ഇവിടെ കയറി പറ്റിയല്ലോ, അത് മതി. നിറു കാരണം മനുഷ്യന്ന് വെള്ളം കുടിച്ചാനേ. എൻ്റെ ദൈവമേ, എന്നാലും ആ രുദ്രയ്ക്ക് നിറുവിന് മുമ്പേ അറിയാവുന്ന പോലെയാണല്ലോ തോന്നുന്നത്. ഇവന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? പിന്നോട് ചോദിക്കാം. എന്തായാലും അവന്മാർ എൻ്റെ മുമ്പ് വരുമല്ലോ ഇനിയും. അന്നേരം ചോദിക്കാം. ഇനി ഈ പോയത്
വായി തോന്നുന്ന വല്ലം വിളിച്ച് പറഞ്ഞ് കുളമാക്കാതിരുന്നാ മതിയായിരുന്നു കർത്താവേ. ഉഫ്.